എല്ലാവർക്കും ഹാപ്പി വിഷു. ഞാൻ വ്ളോഗ്സ് ഒന്നും എടുക്കാറില്ല. ഒന്ന് ജോബ് നല്ല കുറച്ച് പ്രഷറാണ് ജോലി. അയ്യോ എൻ്റെ സാരിയൊക്കെ ഒന്നേരം ആയിക്കോട്ടെ, രക്ഷയില്ല. സാരി ഉടുത്ത് ശീലമില്ലാത്ത ഒരാളാണ് ഞാൻ. സാരി ഉടുക്കാൻ ഒട്ടും കംഫർട്ടബിളായ ഒരാളുമല്ല ഞാൻ. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തോ അസ്വസ്ഥത പിടിച്ചൊരവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കണേ. എനിക്ക് സാരി ഒന്നും ഉടുക്കാൻ അറിയില്ല, അങ്ങനെ ശീലമില്ല. കാരണം ഈ ഉടുക്കാൻ അറിയാത്ത കാരണം തന്നെ ഞാൻ സാരി മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഉടുക്കുമ്പോൾ തന്നെ എനിക്കതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. പിന്നെ എന്താ പറയുക, എപ്പോഴും ഞാൻ കുറച്ച് കോൺഷ്യസ് ആണ് സാരി ഉടുക്കുമ്പം. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് വിഷു ആണ്. അപ്പം ഇന്ന് ദീപ്തിയുടെ വീട്ടിലാണ് വിഷു. അപ്പം സാരി ഉടുക്കാൻ അറിയാത്ത അന്ന് സാരി ഉടുക്കാൻ ഒരാൾ വന്ന് ഉടുപ്പിച്ചിട്ടൊക്കെ പോയി. ഓക്കെ, അറിയാം നിങ്ങൾക്ക്. സന എന്ന് പറഞ്ഞിട്ട് അടിപൊളിയാണ് ആളുടെ മേക്കപ്പ് ഞാൻ ചെയ്യാറില്ല, ഹെയർ ചെയ്യാറുണ്ട് ആളെ കൊണ്ട്. സാരിയും ആളാണ് ഡ്രേപ്പ് ചെയ്ത് തന്നത്. പക്ഷേ എനിക്കെന്തോ ഒരു അസ്വസ്ഥത, ഈ സാരിയുടെ മെറ്റീരിയലിൻ്റെ കുഴപ്പമാണോ എന്താണെന്നറിയില്ല. ലിനൻ മെറ്റീരിയലാണ്. എനിവേ, അപ്പോൾ ഇന്ന് ദീപ്തിയുടെ അവിടെയാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ പോവാണ്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. കുറച്ച് ലേറ്റാണ്, 12 മണി പറഞ്ഞെങ്കിലും നമ്മളിപ്പോൾ അതേ 1:30 ആയി, 2 മണിയാവാറായി, ഇറങ്ങിയിട്ടില്ല. എല്ലാവരും വിഷു സദ്യ അടിക്കാൻ. ദേ ഹയ റെഡി, ചുണ്ട്രി റയ, യെസ് ദുദു ഹയ, എല്ലാവരും റെഡിയാണ്. സൻകാതെ ക്രിക്കറ്റ് കളിച്ച് വന്ന് ഒന്ന് ക്ഷീണം മാറ്റാൻ ജസ്റ്റ് ഒരു കുറച്ച് നേരം ഒന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പെരുന്നാളിന് കൂടിയായിരുന്നു. പെരുന്നാളിന് കൂടിയതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തെങ്കിലും ഞാൻ എഡിറ്റൊന്നും ചെയ്തില്ല. ഒരു മൈൻഡൊക്കെ ആകെ ഒരു ഇതായിരുന്നു, ഒരു ബുദ്ധിമുട്ടായിരുന്നു കുറച്ച്, എസ്പെഷ്യലി കഴിഞ്ഞ മാസമൊക്കെ. ഇപ്പോൾ കുറച്ച് ഒരാഴ്ചയായിട്ട് നല്ലൊരു മനസ്സമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീണ്ടും നമ്മൾ ബാക്ക് ടു നോർമൽ, സമാധാനമായിട്ട് ശ്വാസം എടുത്ത് തുടങ്ങുന്ന ഒരു അവസ്ഥയാണ്. എന്നാലും ജോലിയും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണ്. ഈ ഇമ്പാക്റ്റിന് ഏത് രീതിയിലൊക്കെയാണ് മനുഷ്യന്. കുറേ പേർക്ക് ജോലി പോയി, കുറേ പേർക്ക് എന്താ പറയുക, നിങ്ങൾ കരുതിയിരുന്നു എന്നൊക്കെ ഉള്ളൊരു സംസാരമൊക്കെയാണ്. അപ്പം എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർന്ന് നമ്മുടെയൊക്കെ ലൈഫ്, എത്രയോ ആൾക്കാരുടെ ജീവിതമാണ് ജോലിയും കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവർക്കും അങ്ങനത്തെ ഒരു കാര്യങ്ങളും സംഭവിക്കരുതേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുകയാണ്. ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 12 മണിക്കായിരുന്നു നമ്മൾ എത്താൻ പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ 2 മണിയായി, 2:30 എത്തിയിട്ടില്ല. ഓക്കെ, ക്രിക്കറ്റ് കളിക്കാൻ പോയി, വന്ന് ഉറങ്ങി, പിന്നെ വണ്ടി എടുത്ത് നേരെ ഫസ്റ്റ് തുളസിയുടെ വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് മനസ്സിലായത് തുളസിയുടെ വീട്ടിലല്ലാന്ന്, ദീപ്തിയുടെ വീട്ടിലേക്കാണെന്ന്. പിന്നെ അങ്ങനെ നല്ല രസം. എല്ലാ കുറ്റങ്ങളും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇതിൽ പറഞ്ഞതിലൊന്നും ഒരു അക്ഷരം പ്രതി തെറ്റില്ല. എന്താ ചെയ്യാ ഇതിനെയൊക്കെ കൊണ്ട്? എന്തൊക്കെയുണ്ട് വിശേഷം സൻക? വിശേഷം നല്ല ഉഗ്ര ക്ലൈമറ്റാ. ചൂടില്ല. ഇന്ന് പോയിട്ട് നല്ല ഡ്രസ്സിങ് ക്ലൈമറ്റ്. നല്ലൊരു സ്ഥലത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. റിയാൽ ബുഫേ, മജാസ് റെസ്റ്റോറന്റ്. അടിപൊളി ബുഫേ. ഇൻഡസ്ട്രിയൽ ഏരിയയിലെ മറ്റേ പർവ കമേഴ്ഷ്യൽ അവന്യൂ ഇല്ലേ, ആ വലിയ ബിൽഡിങ്ങുകൾ നീളം കൂടിയ, അതില് മജാസ് റെസ്റ്റോറന്റ്. ഓക്കെ, അപ്പൊ ഖത്തറിലുള്ള ഒരു മജാസ് റെസ്റ്റോറന്റിൽ പോയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? എനിക്ക് മാല ആൻഡ് കമ്മൽ ഭയങ്കര ഇഷ്ടമായി. ഞാനിവിടെ കലിസ്റ്റ എന്ന് പറഞ്ഞൊരു പേജ് നിന്നും മേടിച്ചതാണ്. അപ്പോൾ നല്ല അടിപൊളി കളക്ഷനാണ് അവരുടെ. അപ്പം ഖത്തറിലുള്ളവർക്ക് ഇങ്ങനത്തെ ട്രഡീഷണൽ, അത് മാത്രമല്ല അവർക്ക് ആന്റി ടാർണിഷിന്റെ കുറെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഇഷ്ടമായി എനിക്ക്. വെരി ഗുഡ്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അപ്പൊ അതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾസോ ഇന്ന് വേറൊരു പരിപാടിയും കൂടെ. നാളെ തുളസിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മൾ ഇന്നൊരു ചെറിയ സർപ്രൈസ് പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഉണ്ട് ഈ ബ്ലോഗിന്റെ കൂടെ. അപ്പൊ എല്ലാം കൂടെ നമുക്ക് പൊളിക്കാം. ഓക്കെ, കാടൊക്കെ ആയിട്ടാണ് കേട്ടോ. അതേ നോക്കിയേ, കണ്ടാ? അടിപൊളിയല്ലേ? ഇങ്ങനെ വേണം കസ്റ്റമൈസേഷൻ ഓഫ് ദ കൈനീട്ടം. കസ്റ്റമൈസേഷൻ ഓഫ് ദ കൈനീട്ടം. അങ്ങനെ തുളസി ആന്റിയുടെ വകയും ദീപ്തി ആന്റിയുടെ വകയും നല്ല കൈനീട്ടമൊക്കെ കിട്ടുന്നുണ്ടോ പിള്ളേർക്ക്?
അതെ, സദ്യയൊക്കെ എങ്ങനെ വിളമ്പുന്നത് കാണുന്നുണ്ടോ? ആഹാഹാ, എന്തൊക്കെ പറഞ്ഞാലും സദ്യ ഇസ് an amazing ഇമോഷൻ അല്ലേ ദൂഡു? സദ്യ ഇഷ്ടമാണോ? സദ്യ ഓർ ബിരിയാണി? സദ്യ ഓർ ബിരിയാണി? ഓ മൈ ഗോഡ്, സദ്യ ഓർ ബിരിയാണി? ചോറിട്ടിട്ടില്ലല്ലോ. റീംസ്, സദ്യ ഓർ ബിരിയാണി? ബിരിയാണി. ഒരു ബിരിയാണി കിട്ടിയിരിക്കുന്നു. സദ്യ ഓർ ബിരിയാണി? ബിരിയാണി. അയ്യാൻ, സദ്യയാണോ ബിരിയാണിയാണോ ഇഷ്ടം? ബിരിയാണി. ഏതായാലും കുഴപ്പമില്ല, എന്നാലും ചെറിയൊരു ഇഷ്ടം എന്തെങ്കിലും കൂടുതലുണ്ടാവും. ബിരിയാണി. സിദ്ധാൻ, സദ്യയാണോ ബിരിയാണിയാണോ ഇഷ്ടം? ഓക്കെ, കുറേ ബിരിയാണി ഫാൻസ് ഉണ്ട്. ഓക്കെ, പറയൂ. അർജുൻ? സദ്യ. യെസ്. ജിയ? ബിരിയാണി. ഹയ? ഓക്കെ, സോ നമുക്ക് ബിരിയാണിയും സദ്യയും തമ്മിൽ, സദ്യ വിത്ത് ബീഫ് ഫ്രൈ. ഓക്കെ, ഫൈസൽ പോ, സദ്യ ഓർ ബിരിയാണി ഇഷ്ടം? ബിരിയാണിയാണോ സദ്യയാണോ ഇഷ്ടം? ആ, സദ്യ ഇഷ്ടം. അജ്പാൻ, സദ്യയാണോ ബിരിയാണിയാണോ ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടമല്ല, എനിക്ക് പ്രോട്ടീൻ. പ്രോട്ടീൻ? ഓയോ, എന്റെ അമ്മയെ ഞാൻ തെറ്റിപ്പോയാ. ബിരിയാണിയാണോ ഇഷ്ടം? ദീപ്സ്, സദ്യയാണോ ബിരിയാണിയാണോ ഇഷ്ടം? സദ്യ, ബട്ട് സൈഡിൽ ഒരു മീൻ. അങ്ങനെ. നോൺ വെജ് സദ്യ. നോൺ വെജ് സദ്യ. ഓക്കെ, കണ്ണൂറുകാർക്ക് അങ്ങനെയാണ് പോലും. ഓക്കെ, ചെമ്മീൻ പൊരിച്ചത്, ബീഫ് ഫ്രൈ. ആ, ഓക്കെ, സെറ്റ്. പക്ഷെ ഇന്നത്തെ സദ്യക്ക് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഉണ്ടോ? ഉണ്ട്. കണ്ണൂരുകാരുടെ കൂടെ വിഷു കൂടണം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ഞാൻ നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചിട്ട് ഐ വിൽ ബി ബാക്ക്. ഓക്കെ, നമ്മൾ തൂന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. ജിയക്കറിയാലോ അല്ലേ ജിയ? അപ്പൊ നമ്മള് കാസിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. ചെറിയ ചായ കുടിക്കാൻ പോണെന്ന്, നമ്മള് ചായ കുടിക്കാൻ പോണെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിരിക്കണേ. നമ്മളെല്ലാരും കൂടെ അങ്ങോട്ട് എത്തിയാൽ തൂന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും അവരവർ വഴിക്ക് പോകണം. ബിക്കോസ് എല്ലാവർക്കും തിരക്കുകളാണ്. റീംസിന്റെ ഫൈസൽ ബ്രോ എന്ന് തിരിച്ച് പോളണ്ടി പോകണം. അപ്പൊ ഇങ്ങനെയൊക്കെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് ഈ പരിപാടി ഒന്ന് കഴിയുക, എല്ലാവരും പോകും. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ബർത്ത്ഡേ പരിപാടികൾക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോളണ്ടി പോകുന്ന ആളായിരിക്കുന്നു. ഇതാണ് സുഹേർ മുറാദ്. പോളണ്ടി പോയ ചായ മിസ് ചെയ്യൂ? തീർച്ചയായിട്ടും. അവിടെ ചായ ഇട്ടില്ല. മുന്നൊക്കെ റെഡ് ലേബിൾ ടീ വാങ്ങിച്ചുകൊണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പൊ കോഫി അതൊക്കെ ഉള്ളൂ. ഇനി നമ്മുടെ ചായ കുടിക്കാതെ സത്യം, ചായ ഇസ വികാരം. എനിക്ക് പറയാനുള്ളത്, ടീ ടൈമിൽ വന്നിട്ട് ഫ്രഷ് മിൽക്ക് ചായ വാങ്ങിച്ച് കുടിക്കരുത്. നല്ല വാട്ട ചായയാണ്. ഞാൻ പോയി ഇതേ കറക്ക് മേടിച്ചു. ഇവിടെ നിന്ന് കുടിക്കണമെങ്കിൽ കറക്കാണ് ബെസ്റ്റ്. ഫ്രഷ് മിൽക്ക് വാങ്ങിച്ച് കുടിക്കാൻ നിൽക്കരുത് കേട്ടോ. ഫ്രഷ് മിൽക്ക് വാട്ട ചായ എന്നൊക്കെ പറഞ്ഞ സൂഫ്ലെ മഹലബിയ. ഓ, ഇവിടുത്തെ ഡെസേർട്ട് മസ്റ്റ് ട്രൈ 2 സാധനങ്ങളാണ് കേട്ടോ. ഒന്ന് സൂഫ്ലെ, ചോക്ലേറ്റ് സൂഫ്ലെ, ഒന്ന് മഹലബിയ. രണ്ടും യമ്മാണ്, യമ്മ. ഇനി ഈ ചോക്ലേറ്റ് സൂഫ്ലെ കഴിക്കുമ്പോഴത്തേക്ക് വലിച്ചു വാരി ഇങ്ങോട്ട് തിന്നരുത്, നല്ല ചൂടാണ്. എപ്പ കഴിച്ചു. കേക്കാസിൽ വന്ന് സർപ്രൈസ് ഒക്കെ തൽക്കാലം ഹുദാഗവ. അതെ, ഇനിയിപ്പോ തൂരെട്ടിയതായിട്ട് അഭിനയിക്കും നമുക്ക് വേണ്ടി. അതെ, സർപ്രൈസ്. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കോളമായിക്കൊണ്ടിരിക്കുകയില്ല. ഇത് എന്താ ചെയ്യാ, നമ്മള് പ്ലാനിങ് കുറച്ചൊന്ന് കയ്യിൽ പോയി.
കുഴപ്പമില്ല, നമ്മള് കേക്കൊക്കെ കിട്ടി ഉഷാറാക്കും ഇപ്പൊ. ഓക്കെ, ഇതാണ് കേക്ക് കാസൽ. ഇവർക്ക് ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, പിന്നെ അൽസത്തിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. നമ്മൾ പക്ഷെ അൽസത്തിലാണ്. അൽഖോർ ഒരെണ്ണം വരുന്നുണ്ട്. ഓക്കെ, അൽസത്ത് പക്ഷെ കുറച്ച് ചെറിയ പോയത്. ആദ്യം നമ്മൾ അൽസത്തിൽ പോയി, അപ്പൊ അവിടെ എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ഈ ഏരിയ എല്ലാം കയ്യിൽ നിന്ന് പോയി. അതാ സംഭവിച്ചത്. ഇൻസ്റ്റാഗ്രാമബിൾ വൈബി പ്ലേസ് ആണ് കണ്ട. മേലേക്ക് നോക്കിയാ രസല്ലേ. ചമ്മി ചമ്മി ആ വിചാരിച്ചു ഇവിടെ കൂടെയാണ് ഇറങ്ങി പോണ്ടത്. ഒക്കെ പറഞ്ഞ പോലെ. അതെ, കുട്ടിത്തേവാങ്കുകളൊക്കെ അതേ ഉണ്ട്. എല്ലാരും തൂ സർപ്രൈസ് ആയോ തൂ? നീ എന്നാലും അഭിനയിക്കും, അതിലാണ് നീ എന്റെ പ്രതീക്ഷ. പ്രാക്ടീസ് പറയാം. പക്ഷെ നല്ല സ്ഥലമല്ലേ ജിയ? അയ്യാ kitchen corner. Okay. തുളസി ഇപ്പൊ ഒരു സർപ്രൈസ് ആയിട്ട്. This is the cake. ഇവിടെ അവിടെ കുറച്ചുകൂടെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര തിരക്കാട്ടോ. Happy birthday to you. Happy birthday to you. തുളസി തന്നെയല്ലേ താഴ്ന്നു പിടിച്ച്? മറ്റേ ബ്രൗൺ ചോക്ലേറ്റ് ആയിരുന്നോ എനിക്കൊരു ഡൗട്ട്. കുറച്ചും കൂടെ കട്ട് ചെയ്ത് വിട്ടിപ്പോ കേക്ക് തിരിച്ചു കൊടുക്കണം. അടുത്ത ബാക്കി പലകങ്ങൾ മാറ്റും. അർജുൻ, ആര്യൻ, ജിയ. അർജുനോ അമ്പും വില്ലൊക്കെ എന്തിയാടാ മോനെ? ദോശ ജന്മദിനം കുട്ടിക്ക്. ഇതിപ്പോ കൊറേ മേടിക്കേണ്ടി വരൂല, അതുകൊണ്ട്. Birthday to you. Happy birthday to you. Happy birthday dear Ma. അത് തന്നെ. What? You want cheesy candy? Yeah. What is it? Whatever. Oh my god. Tastes good? നല്ല കേക്കാണ്. ജ്യൂസി. Red velvet. Okay. ഗിഫ്റ്റാ. നോക്കൂ ഗൈസ്,
ഞെട്ടി മമ്മ ഞെട്ടി. ഉഷാറായി. പക്ഷേ ഭയങ്കര തിരക്കാണ് കേട്ടോ ഈ സ്ഥലം. നേരത്തെ നിങ്ങൾ ബുക്ക് ചെയ്യാണ്ട് ഇനി വഴിക്ക് വരണ്ട. പിന്നെ കുറെ കാലമായിട്ട് ആഗ്രഹിച്ച് നടന്ന ഗിഫ്റ്റാണ് കേട്ടോ. അല്ല അവൾ വാങ്ങിക്കണമെന്ന് അപ്പൊ അങ്ങനെ. അപ്പോൾ ഇനി അടുത്ത ആളുടെ ബർത്ത്ഡേക്ക് അടുത്ത നമ്മുടെ ഗിഫ്റ്റിന്റെ ബർത്ത്ഡേ ആണ്. വെറൈറ്റി ഐഡിയയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, ഒന്നും കൂടി എല്ലാവർക്കും ഹാപ്പി ഒന്നും കൂടി ഹാപ്പി വിഷു പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ബൈ.